അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധ്യായം 113, ചാപ്റ്റർ നമ്പർ 113, സൂറത്തുൽ ഫലഖാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സൂറത്തുൽ നാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. സൂറത്തുൽ ഫലഖാണ് പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഖുൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതുവരെ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. സെയിം വേർഡ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ. ഇവിടെയാണ് നമുക്ക് പുതിയ വേർഡ് വരുന്നത്. മറ്റതൊക്കെ ആദ്യം നമ്മൾ പഠിച്ചുകൊണ്ട് അതിൽ വിശദീകരിക്കാനൊന്നുമില്ല. ഖുൽ അഊദു ബിറബ്ബി, ഇത്രയേ ഉള്ളൂ. ഈ അലിഫ് നമ്മൾ പറയുന്നില്ല, കാരണം തുടക്കത്തിലാണെങ്കിൽ മാത്രമേ ഈ ബലൂൺ അലിഫ് പറയുന്നുള്ളൂ. ലാം പറയണം, കാരണം സുക്കൂനുണ്ട്. പിന്നെ വരുന്ന 3 അക്ഷരങ്ങൾ ഫ. ഇത് ഫയാണ്. ഫ, ഒരു പുള്ളിയുള്ള ഫ. ഫത്ഹ, മേലെ വരെയുള്ളതിന് ഫത്ഹ എന്ന് പറയും. ലാം, ഫത്ഹ, ഖാഫ്. ഇവിടെ ഖി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഖി എന്ന് പറഞ്ഞു നോക്കൂ. ഖി. പക്ഷെ ഖി എന്നല്ല പറയാ, സുക്കൂനായിട്ട്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, സുക്കൂൻ ആയിട്ടാണ് ആയത്തുകൾ അവസാനിക്കുക. ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖ്. കൽക്കല അക്ഷരങ്ങളെ പറ്റിയാണ് ഒന്ന് പരിചയപ്പെടുത്തുക. തജ്വീദിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുമ്പ്. കൽക്കലാക്ഷരങ്ങൾ ഈ സ്കൈ ബ്ലൂ കളറിൽ കൊടുത്ത അക്ഷരങ്ങൾ ഇവിടെ ഈ ആയത്തിന്റെ 5 ആയത്തുകളിലെ എല്ലാ ആയത്തിന്റെ അവസാനം ഈ അക്ഷരമുണ്ട്. 1, 2, 3, 4, 5. ഇവിടെ ഖാഫാണ്. ബ, ദ, ദ. ഇത് മിക്ക ആളുകളും തെറ്റിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിപ്പോ നമ്മൾ ഓതി വരുമ്പോ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലഖ് അങ്ങനെ ഓതി പോകും. അപ്പോൾ അതിലെന്താ സംഭവിക്കുക? ഈ അക്ഷരം കേൾക്കുകയില്ല. ഇത് ശരിക്ക് കേൾക്കണം. എന്ന് പറഞ്ഞാല് ഖ് എന്ന് തന്നെ വരണം. ഖലഖ്, വഖബ്, ഉഖദ്, ഹസദ്. അദ് എന്ന സൗണ്ട് ക്ലിയർ ആയിട്ട് വരേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ അത് ബിറബ്ബിൽ ഫലഖ്, ഖലഖ് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓതണം. അപ്പൊ ഒന്നാമത്തെ ആയത്ത് ഒന്നും പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. രണ്ടാമത്തെ ആയത്തില് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ശരി, അതോടെ ഉണ്ട്. മീം പ്ലസ് അലിഫ്. അലിഫ് മദ്ദക്ഷരമാണ്, നീട്ടണം. മാ, ഇതൊന്നും ഒരുപാട് നീട്ടരുത്. അങ്ങനെ നീട്ടണ്ട. നമ്മള് താടി എന്ന് പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ. ഇത് ഖലഖ്, ഖാഫിന് സുക്കൂനായിട്ട് വരും. ഫത്ഹാണ് ഇവിടെ. ശരിക്കും കൂട്ടി ഓതുമ്പോഴാണ് ഈ ഫത്ഹ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് സുക്കൂനായിട്ട് വരും. ഖലഖ് മിൻ ശർരി മാ ഖലഖ്. കൂടെ ഓതി നോക്കണം കൂടെ. ഇനി വമിൻ ശർരി. ഇവിടെ ആദ്യം മീൻ ശരിയാണ്. ഫ്ലോ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മീൻ ശരി, ഇവിടെ വാവ് ചേരുന്നു. വമീൻ ശരി. ഇവിടെ എത്ര ശരി ഉണ്ട് ഈ സൂറത്തില്? 1, 2, 3, 4. 4 ശരി. ചിലരൊക്കെ ഓതുമ്പോൾ ശരി എന്നോതാ. ശരി എന്നേ ഉള്ളൂ 4. ഇനി ഇതാണ് തെറ്റിക്കുന്ന ഒരു വാക്ക്. ഇവിടെ ഒരു നിയമം കൂടി, തജ്വീദ് നിയമം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. പല ആളുകൾക്കും പറയാൻ പറ്റാത്ത വേർഡാണ് ഇത്. ഇവിടുത്തെ നിയമം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇത് ഗൈനാണ്, അലിഫ്, സീന്, ഖാഫ്. ഈ ഖാഫിന്റെ അടിയിൽ 2 വരകളുണ്ട്. ഇതിനെപ്പറ്റി വളരെ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഈ ഖാഫിന്റെ താഴെയുള്ള 2 വരകൾ, ഈ 2 വരകൾക്ക് പ്രത്യേകതയുണ്ട്. ഇത് ഇൽഹാറിന്റെ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 2 വര ചേർന്നിട്ടാണെങ്കിൽ ഇതിന്റെ ലെങ്ത് നോക്കുക. ഇത് ചേർന്നിട്ടല്ലാതെ വരുന്ന വരകളുണ്ട്. അത് വരുമ്പോൾ അതിന്റെ നിയമം പറയാം.
ഇത് ഇവിടെ ഖിൻ, നൂനിൻ്റെ സൗണ്ട് വരും. ഈ ഖാഫിന് പകരം ഇവിടെ നമ്മൾ ബാ എന്നാണ് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക? ബിൻ, ബിൻ എന്നാണ് വരിക. ഇനി ഈ രണ്ട് വരകൾ ഈ ഖാഫിൻ്റെ മേലെ ആണെങ്കിലോ ഖൻ എന്നാണ്. അപ്പോൾ ഇത് ഓതുമ്പോൾ ഖാസിഖിൻ എന്നാണ് ഓതേണ്ടത്. ആരെങ്കിലും ഇങ്ങനെ ഓതി വിചാരിക്കുക ഖാസിഖിൻ, അങ്ങനെ മണിക്കാൻ പാടില്ല. ഖാസിഖിൻ, നൂൻ്റെ സൗണ്ട്, അതായത് ഈ ഖാഫ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നൂൻ ഉണ്ട് എന്ന് വിചാരിക്കുക സപ്പോസ്. അതാണ് ഇവിടുത്തെ നിയമം. ഈ ഖാഫ് കഴിഞ്ഞ ഒരു നൂൻ അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഖാസിഖിൻ. അതാണ് ഇവിടെ പറയേണ്ടത്. പിന്നെ ഇതാല് സോഫ്റ്റ് ആണ്, ഇവിടെ ഒന്നും പുതുതായിട്ടൊന്നുമില്ല. അൻസ ഇ ഇത വഖബ് വഖബ്, ബാക്ക് സുക്കൂന് വരും നിർത്തായതുകൊണ്ട്. വാവ് പറയുമ്പോൾ ചുണ്ട് വട്ടത്തിലായിട്ട് പറയണം. വഖബ്, അത്രയേ ഉള്ളൂ. 3 ആയത്തുകളൊന്ന് ഓതി നോക്കുക, കൂടെ ഒന്ന് ഓതണേ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب. അവിടെ غاسقين ഇല്ല, غين غاسق إذا وقب. ഇനി അടുത്തത് പിന്നെ വമിൻ ശർരിൻ. ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വാക്കാണ്, ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ നൂനിന് പറഞ്ഞ പോലെ സമയം കൊടുക്കണം. അലിഫ് ലാം പറയുന്നില്ല, വീണ്ടും പറയാ, തുടക്കത്തിലല്ല, ലാമിന് സുക്കൂനില്ല. ഈ നൂനിന് ഒരു 3 സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഈ ഷെരി കഴിഞ്ഞ് നേരെ നൂനിലേക്ക് ഷെരിൻ. അടുത്ത ചാലഞ്ച് എന്താന്ന് വെച്ചാൽ ഈ ഫാക്ക് ഷെദ് ഉണ്ട്. അപ്പോൾ നൂൻ ഷെദ് ചെയ്ത ഉടനെ ഫ ഫ എന്ന സൗണ്ട് വരണം. ഫ എന്ന സൗണ്ട് വന്നാലും പോരാ, അലിഫ് മുറിച്ചിട്ടിട്ടുള്ള ഹാഫ് അലിഫ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, അത് ആ ഫാക്ക് ചേർക്കും വേണം. ഉടനെ ഷീനല്ല കേട്ടോ, ഇത് ത എന്ന. ഈ ത പറയുമ്പോൾ നാവിൻ്റെ അറ്റവും മേലത്തെ പല്ലും ടച്ച് ചെയ്തിട്ട് തഗ്ലബ് എന്നൊക്കെ പറയുന്ന സമാനിയ ത, അത് പറയണം. ത തി എന്നും പറയാം. അപ്പൊ സ നീട്ടണം, ഫ എന്ന കട്ടി കൂട്ടണം, ഫ നീട്ടും വേണം, സ നീട്ടും വേണം, തി പറയും വേണം, നൂന് ഒന്ന ചെയ്യും വേണം. ഒന്ന് പറഞ്ഞു നോക്കുക. ശർരിൻ നഫ്ഫാസാതി, ശർരിൻ നഫ്ഫാസാതി വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ. അവിടെ ഫിൽ, അവിടെ ഫീ എന്നാണ് ഇത് ശരിക്ക്. പക്ഷെ ഇവിടെ ഈ യാ കട്ടാവും, കാരണം ഈ ലാമ് വന്നതുകൊണ്ട് ഫിൽ എന്നോ ഫീൽ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അലിഫ് ഓൾറെഡി ഇല്ല, തുടക്കത്തിലല്ല, ലാം എന്തായാലും പറയണം, സുക്കൂനുണ്ട്. അപ്പോൾ ഫിൽ ഫിൽ ഉഖദ് ഉഖദ്, അത് പറയാൻ പ്രാക്ടീസ് ചെയ്യണം. ഒന്ന് പറഞ്ഞു നോക്കൂ. ഉഖദ് ഖദ് ഫിൽ ഉഖദ്, കറക്റ്റ് അല്ലേ? ومن شر النفاثات في العقد ومن شر النفاثات في العقد. അപ്പം 4 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. 5-ാമത്തെ ആയത്ത് ومن شر ഷെരി, എല്ലാം ശരിയാ, ചിലർക്ക് ഓതുമ്പോൾ ഷെരീന്നായി പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഹാസിദിൻ, ഇവിടെ നേരത്തെ പറഞ്ഞ ഗാസിഖിൻ, ചില കുട്ടികൾ ഓതുമ്പോൾ എപ്പോഴും കാണാം ഈ ഗാസിഖിൻ എന്നുള്ള എടുത്തിട്ട് ഇവിടെ വെക്കും, ഹാസിദിനെടുത്ത് ഇങ്ങോട്ട് വെക്കും ഓതുമ്പോൾ, ഹിഫ്ള് ഓതുമ്പോൾ. അപ്പോൾ ഈ ഹാസിദിൻ, കാരണം ഇവിടെ ദിൻ, ഇവിടെ ഖിൻ എന്ന് പറഞ്ഞ പോലെ ദിൻ. ഇവിടെ ഒന്നും പാട്ട് പാടരുത്, ഹാസിദിൻ അങ്ങനൊന്നുമില്ല, ഹാസിദിൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൽഹാർ ചെയ്യുക, ഇൽഹാറിൻ്റെ നിയമം ക്ലിയർ ആയിട്ട് പറയാം. ഹാസിദിൻ, ഇവിടെ ഹാസിദിൻ ആവരുത്, ഹ, നമ്മളൊന്ന് ചിരിച്ചോണ്ട് പറഞ്ഞാൽ മതി, ഹ, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഹ അല്ല ഹ, മറ്റേ ഹ, ഇത് ഹ. ഹാസിദിൻ ഇദ ഹസദ്, ഇവിടെ ദാലിന് ഫതഹാണ്, പക്ഷെ സുക്കൂന് പറഞ്ഞല്ലോ, ആയത്ത് അവസാനിക്ക് സാക്കിനായിട്ട് സുക്കൂൻ ചെയ്തുകൊണ്ടാണ്.
ومن شر حاسد إذا حسد. ഇനി നമ്മൾ ഫസ്റ്റ് മുതൽ 5 ആയത്തൊന്ന് ഓതാണ്. എൻ്റെ കൂടെ ഇങ്ങനെ ഓതുക. കുൽ അഊ ഇ ലാമിന് സുക്കൂന് വരുമ്പേ നമ്മൾ മണൽ എന്ന് പറഞ്ഞാൽ അൽ പോരാ, കുറച്ചുകൂടെ ഒന്ന് കൂട്ടണം. മലയാളത്തിൽ നമ്മൾ മണൽ എന്ന് പറയുമ്പോൾ അൽ അത്രയല്ലേ പറയണു, അതിന് കുറച്ചുകൂടെ കൂട്ടണം. കുൽ അഊ ഉണ്ടല്ലേ, അത്ര നീട്ടിയില്ലേ. കുൽ അഊദു ബി റബ്ബിൽ ഫലഖ് ഉണ്ടോ, റബ്ബിൽ ആ നമ്മുടെ മണലല്ല, അതിൻ്റെക്കാൾ എൽ എന്ന് കുറച്ച് കൂടുന്നുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. اللهم ربنا تقبل منا إنك أنت السميع العليم.